ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ചായി. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇങ്ങനൊരു രൂപത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഒരു തെറ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിൽ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് കയറിയത്. ബസ്സിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ എന്തായാലും ബസ്സിൽ പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് തൃശ്ശൂർ വരെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സിൽ ഞാൻ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റെന്നാണ് ഞാൻ ബസ്സിൽ കയറുന്നത്. ബസ്സിൽ കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ സീറ്റ് കിട്ടി. സീറ്റിൽ ഞാൻ ഇരുന്നു. ആദ്യം ലോങ് സീറ്റിലായിരുന്നു. ലോങ് സീറ്റിൽ നിന്ന് കുറച്ചൊരു 5-6 കിലോമീറ്റർ പോയപ്പോൾ സൈഡ് സീറ്റ് കിട്ടി. സൈഡ് സീറ്റിൽ ഇരുന്നിട്ടും ഞാനിപ്പോൾ പാട്ട് ബസ്സിലില്ല. അപ്പോൾ ഞാൻ എന്ത് എൻ്റെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കുറച്ച് നേരം പാട്ട് കേട്ടു. പിന്നെ നോക്കുമ്പോൾ ചവിട്ടി നിന്നൊക്കെ ഇളകിപ്പോന്നെ. ഞാൻ ബാഗിലിട്ട് ഈ ബസ് എങ്ങനെയാണ് പോണതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആകാശത്തു കൂടെയാണോ, ഭൂമി കൂടെയാണോ, റോട്ടിൽ കൂടെയാണോ, ഒരു നിശ്ചയവും ഇല്ല. ഒരുവിധം അപ്പം എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ ഏകദേശം ഇരിങ്ങാലക്കുട എത്താറയപ്പോൾ ഇവർക്ക് ഒരു സമാധാനമായി, ബസ്സുകാർക്ക് ഒരു സമാധാനമായി. അപ്പോൾ അവരൊന്ന് പതുക്കെ ചവിട്ടി പിടിച്ച് സ്റ്റാൻഡിൽ കയറി പോകുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ ടൈം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് എത്തിയപ്പോഴത്തേക്കും അപ്പോഴല്ല മനസ്സിലായത്, പിന്നെയാണ് മനസ്സിലായത്, വൈകുന്നേരമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞ് അതെന്താണ് ഞാൻ പറഞ്ഞത്, ടൈം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാൻഡ് എത്താറാകുമ്പോൾ ഒന്ന് ചവിട്ടി പിടിക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാൻഡിൽ നിന്ന് പോയി പിന്നെയും ഇതന്നെ. ഇവരില്ലേ റോഡ് ഇപ്പോൾ നല്ല റോഡാണ്, പക്ഷെ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. ചെറിയ 2 വീലർ ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, റോട്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ ആയിക്കോട്ടെ, ഇവരുടെ മാക്സിമം സ്പീഡിൽ പോയിട്ട് ആൾക്കാരെയും വണ്ടിയിലേക്ക് എടുത്തെത്തുമ്പോൾ ഇവർ ബ്രേക്ക് ഓട്ടുമ്പോൾ ഈ ബസ്സിലിരിക്കുന്ന ആൾക്കാർ മുഴുവനും തെറുക്കി എവിടേക്കെങ്കിലൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ആലോചിച്ചു, ഒരു ഗർഭിണി ഉണ്ടായിരുന്നെങ്കിൽ അവൾ ബസ്സിൽ പ്രസവിച്ചാനെ, ഉറപ്പായിട്ടും ബസ്സിൽ പ്രസവിച്ചാനെ. ഇപ്പം അത് പറയുമ്പോൾ തന്നെ എല്ലാവരും കുറ്റം പറയിക്കുക. എന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല, പറയേണ്ടത് പറയാൻ തന്നെ വേണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു കണക്കിന് ഞാൻ തൃശ്ശൂർ എത്താറായപ്പോഴത്തേക്കും ബസ്സുകാർക്ക് ഒരു സമാധാനമായി. അവരൊന്ന് സ്ലോ ആക്കി. പിന്നെ ഞാൻ വടക്കേ സ്റ്റാൻഡിലിറങ്ങി. പിന്നെ എനിക്ക് പറവട്ടാനിലേക്ക് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വൈകിട്ട് വരുമ്പോൾ ഒരു ബസ്സിൽ കയറി, ലിമിറ്റഡ് തന്നെ. എൻ്റെ ഭഗവതി, കാലത്ത് പോയതിൻ്റെ 10 ഇരട്ടി അത്. കാരണം അത് ആകാശത്തു കൂടെയാണ് ആ ബസ് പോയിരുന്നത്, ആകാശത്തു കൂടെ തന്നെ അങ്ങനെ തന്നെ പറയണം. കാരണം ആ ബസ്സിൽ കയറി വന്നതോടുകൂടി എനിക്കിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഇവിടെ അനക്കാൻ വയ്യ, ബാക്ക് പെയിൻ ഉണ്ട്, നല്ല പെയിൻ ഉണ്ട്. പിന്നെ കാല് രണ്ടും വേദനയായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഇങ്ങനെ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാലിങ്ങനെ അമർത്തി വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ കാല് തിരിഞ്ഞൊക്കെ പോയി ഇന്നലെ ഇരുന്നിട്ട്. അത്രയും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ബസ്സിൽ യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ടൈമിൻ്റെ കാര്യം മനസ്സിലായത് എനിക്ക് അപ്പോഴാണ്. അപ്പോൾ ബസ്സിലുള്ളവർ പറയുന്നത് ഇത്ര മിനിറ്റ് ആകുമ്പോൾ സ്റ്റാൻഡിലേക്ക് കയറിയാൽ മതി. അതുവരെ അവർ സ്പീഡിൽ വന്നിട്ട് സ്റ്റാൻഡ് എത്താറായപ്പോൾ സ്പീഡ് കുറച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ടൈം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കൊടുങ്ങല്ലൂർ ഏകദേശം നാരായണമംഗലം എത്തണ വരെ നല്ല സ്പീഡായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേച്ചി വെള്ളാങ്കല്ലിൽ നിന്ന് കയറിയിട്ട് അതിന് ഹൈറ്റ് കുറവാണ്, അതിന് നിൽക്കാൻ പറ്റണില്ല. ലാസ്റ്റ് ഞാൻ അതിന് സീറ്റ് ഒഴിഞ്ഞ് കൊടുത്തിട്ട് ചേച്ചി ഇരുന്നോളാൻ പറഞ്ഞു. ആ ചേച്ചി അല്ലെങ്കിൽ വീഴുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കണ്ടക്ടറിനോട് ഇങ്ങനെ അടുത്ത് ഇറങ്ങണം, പറഞ്ഞല്ലേ ഏട്ടാ ചേച്ചി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തെന്നാണ് ഇവരോടൊക്കെ പറയുക, എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ഹിക്കുമത്തൊന്നും അറിഞ്ഞൂടാ. ബസ് ഓടിക്കുന്ന ആൾക്കാരുടെ അവരുടെ ടൈമിങ്ങും കാര്യങ്ങളും ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബസ്സിൻ്റെ ഉള്ളിലിരിക്കണത് നമ്മൾ മനുഷ്യന്മാരല്ലേ? ഇന്നിപ്പോൾ എനിക്കൊരു വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കൈയൊക്കെ വേദന, ഇവിടെയൊക്കെ പെയിനായി. ഇപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റേ അമ്പീമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കിട്ടി തിരിഞ്ഞ് വളഞ്ഞ് മറ്റേ സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ പിടിച്ച് വന്നിട്ട് ചവിട്ടി വന്നിട്ട് ഇടിക്കൂലേ, അതുപോലെയൊക്കെ ആയിരുന്നു ബസ്സിൽ ഇരുന്നിട്ട്. ഒന്ന് കൊടുങ്ങല്ലൂർ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടപ്പെടാപ്പാട് എനിക്ക് എൻ്റെ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. സത്യമായിട്ട് ഞാൻ അപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചു പോയി, ഭഗവാനെ ഫ്ലൈറ്റിൽ പോകാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. ആ ഫ്ലൈറ്റ് എടുക്കുമ്പോഴത്തെ ഒരു ഇതുണ്ടാവും. പിന്നെ ചില സമയത്ത് അത് നമുക്ക് പേടിക്കാനില്ല, ഇത്ര പേടിക്കാനില്ല. പക്ഷെ ഞാൻ അപ്പോൾ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചു പോയി, ഈ ആലുവ ടു തൃശ്ശൂർ വരെയുള്ള മെട്രോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നെങ്കിൽ
എത്ര നന്നായിരുന്നു എന്ന് ഞാനങ്ങനെ ആഗ്രഹിച്ചു. കാരണം അപ്പോൾ ചോദിക്കും കൊടുങ്ങല്ലൂർ കൂടെ മെട്രോ പോകുന്നു, കൊടുങ്ങല്ലൂർ കൂടെ പോകണ്ട, എനിക്കിപ്പോൾ ഞാനിവിടെ പോയിലാണ് താമസിക്കുന്നത്, എനിക്ക് ഇവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല, ചാലക്കുടിയിൽ വണ്ടി വെച്ചിട്ട് മെട്രോ കയറിയാൽ എനിക്ക് തൃശ്ശൂർക്ക് എത്താൻ പറ്റും. എനിക്ക് തന്നെയല്ല, ഒരുപാട് പേര് പിന്നെ ആ ഒരു മാർഗ്ഗം സ്വീകരിക്കും. ഇതിനെന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനുഷ്യന്മാരെ കൊന്നിട്ട് ഈ ബസ് റൂട്ടിൽ കൂടെ, ഈ ബസ് ഇടിക്കണത് മാത്രമല്ല നമുക്ക് വരുന്ന ബുദ്ധിമുട്ട്. ഒന്നാലോചിച്ച് നോക്കിയേ, ഒത്തിരി പ്രായമായ ഒരു പ്രായവരൊക്കെ ഉണ്ട്, എല്ലാവരും പേടിച്ചിട്ട് ബസ്സിലിരിക്കണ കാണണം, ഓരോരുത്തരുടെ മുഖം കാണണം. ഞാനത് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. ഇത് നോക്കാനൊന്നും പറ്റണമൊന്നുമില്ല, അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതായി പോവാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഭയക്കാണ് ബസ്സിൽ നിന്നിട്ട്. കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിലെ ബസ്സാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെയൊക്കെ കാര്യം ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ആശുപത്രിയിലേക്ക് പോകണം. പറ്റണില്ല, എനിക്ക് എൻ്റെ കഴുത്തൊക്കെ പോയി, എല്ലാം പോയി, ഇവിടേക്കോ ഇതായി കിടക്കുന്നു. ഇനി അതാണ് അടുത്തത്. അപ്പം ഈ ഒരു സങ്കടവും ഈ ഒരു അവസ്ഥയും എല്ലാവരും പറഞ്ഞറിയിക്കണം തോന്നി. കയ്യിൽ കാശുണ്ടെങ്കിൽ കുറച്ച് പൈസ ഒപ്പിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടായാലും നിങ്ങൾ തൃശ്ശൂർ വെക്കും, അതായിരിക്കും നല്ലത്. തൃശ്ശൂർ പോകണം. തൃശ്ശൂർ ബസ് യാത്ര ഭയങ്കര ദുർഘടം തന്നെയാണ്. ഞാനത് ശരിക്കും അനുഭവിച്ചു. നന്ദി, നമസ്കാരം.